ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കേണ്ട വിഷയം മനുഷ്യ ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും മഹത്തായ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ക്ഷമയിലൂടെ മറുപടി നൽകിയ വ്യക്തി, വിദ്വേഷം കത്തിക്കയറുമ്പോൾ സ്നേഹത്തിലൂടെ മറുപടി നൽകിയ വ്യക്തി, അന്ധകാരത്തിനു മുന്നിൽ പ്രകാശമായി നിന്ന വ്യക്തി, അതേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിമർശനങ്ങളെ അതിജയിച്ച പ്രവാചകൻ. സഹോദരങ്ങളെ, ഇന്ന് നാം ഈ ലോകത്ത് ഒരു ചെറിയ പ്രശ്നം നേരിട്ടാൽ, പ്രയാസങ്ങൾ നേരിട്ടാൽ, അതുമല്ലെങ്കിൽ ഒരു വിമർശനം കേട്ടാൽ നമ്മുടെ എല്ലാം മനസ്സ് തകരുന്നത് കാണാം. ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ കറുത്ത രാത്രികളിൽ ജാഹിലിയ കാലഘട്ടത്തിൽ വളർന്നു വന്ന, സത്യത്തിന്റെ പ്രകാശമായി നിലകൊണ്ട ലോക പ്രശസ്തനായ ഒരു നീതിമാനായ ഭരണാധികാരി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, എങ്ങനെയാണ് അദ്ദേഹം ഈ സത്യപ്രകാശത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചത്? അവിടെയാണ് നാം ആരും കാണാത്ത സ്നേഹത്തിന്റെ നിറകുടമായ, കാരുണ്യത്തിന്റെ വറ്റാത്ത ഉറവയായ, ക്ഷമയുടെ പര്യായമായ നമ്മുടെ പ്രവാചകനെ മനസ്സിലാക്കേണ്ടത്. ശത്രുക്കൾ പോലും അദ്ദേഹത്തെ വിശ്വസ്തനെന്ന് വിളിക്കുമ്പോൾ ആ സ്വഭാവ മൂല്യത്തെ ഊട്ടി ഉറപ്പിക്കാനായി റബ്ബ് നൽകിയ ഒരു സാക്ഷി പത്രമാണ് നിശ്ചയമായും നീ മഹത്തായ സ്വഭാവത്തിനുടമയാണ്. നോക്കൂ സഹോദരങ്ങളെ, പ്രബോധന രംഗത്ത് അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ആരോപണങ്ങളും ലോക മനസാക്ഷിക്ക് മുന്നിൽ ഒരു നീറുന്ന നോവായി അവശേഷിക്കുമ്പോൾ റബ്ബിന്റെ കാവൽ അവിടെയും താങ്ങായി വന്നു. ഫസ്ബിർ സബ്റാൻ ജമീല. ശത്രുക്കളുടെ ആരോപണങ്ങൾ അദ്ദേഹത്തെ തളർത്തിയില്ല. മാരണക്കാരനെന്നും കവിയെന്നും ഭ്രാന്തനെന്നും വരെ പരിഹസിച്ചിട്ടും അല്പം പോലും അടിപതറാതെ അചഞ്ചലനായി നിന്നുകൊണ്ട് ഇസ്ലാം എന്ന സുന്ദരമായ ആദർശത്തെ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മാത്രമല്ല, ശത്രുക്കൾ എത്രമാത്രം അദ്ദേഹത്തെ തകർക്കാൻ നോക്കിയോ അത്രത്തോളം അദ്ദേഹം ലോകം കണ്ട മഹാപ്രതിഭാസമായി മാറി. ഇനിയുമേറെ എന്തിന് നാം പറയണം, ത്വായിഫിൽ കൊച്ചു കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് ആട്ടിപ്പായ്ക്കുമ്പോഴും കണ്ണുനീരുതിർന്നതല്ലാതെ വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ ഒരു വാക്ക് പോലും ആ നാവിൽ നിന്നും വന്നിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ നബിയെ പരിഹസിക്കാൻ കിട്ടിയ ഒരവസരവും അവർ പാഴാക്കിയിരുന്നില്ല. പ്രവാചകന്റെ ആൺമക്കളെല്ലാം ചെറുപ്പത്തിലെ മരിച്ചുപോയതിന് അവർ നബിയെ കളിയാക്കി. അതിൽ പ്രധാനിയായിരുന്നു ആസിബിനു വൈൽ. ഒരു കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കേണ്ടത് ആൺമക്കളാണ്. മുഹമ്മദിന് ആൺമക്കളില്ല എന്ന് പറഞ്ഞ് ശത്രുക്കൾ അദ്ദേഹത്തെ കളിയാക്കിയപ്പോൾ ആശ്വാസമായി കൊണ്ടൊരു അധ്യായം തന്നെ അള്ളാഹു ഇറക്കി. സൂറ കൗസറിലൂടെ അവർക്കുള്ള മറുപടി ലോകനാഥൻ നൽകി. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ അവൻ തന്നെയാകുന്നു വാലറ്റവൻ. മക്കാ വിജയം അഭിമാനത്തോടെ വിജയക്കൊടി പാറിച്ചപ്പോൾ തെല്ലും അഹങ്കാരം അദ്ദേഹത്തിൽ നിഴലിച്ചില്ല. നോക്കൂ സുഹൃത്തുക്കളെ, ഇത്രയും മനോഹരമായി ദീൻ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത ഏത് പോരാളിയാണ് കാലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഏതൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അവർ ആരോപണങ്ങൾ മെനഞ്ഞത്, അത് ഫലവത്തായില്ല എന്ന് മാത്രമല്ല, പ്രവാചകനെ പിൻപറ്റാതിരിക്കാനും ഇസ്ലാമിനെ തകർത്തെറിയാനുമായി അവർ നെയ്ത കുതന്ത്രങ്ങളെല്ലാം പാഴായി പോയി. അവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തകിടം മറിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആജ്ഞകൾ എന്തും അതേപടി അനുസരിക്കാൻ തയ്യാറുള്ള ലക്ഷക്കണക്കിന് സ്വഹാബത്തുകളെ ആ കാട്ടാള തുല്യരായിരുന്ന അറബികളിൽ നിന്നും തന്റെ ത്യാഗോജ്ജലമായ ജീവിതം കൊണ്ട് വാർത്തെടുക്കാൻ സാധിച്ചു. ആ പ്രവാചകനെയും സ്വഹാബത്തിനെയും സ്വജീവിതത്തിൽ പകർത്തുന്നവർക്ക് മാത്രമേ ഈ ലോകത്തും വിജയിക്കാൻ സാധിക്കൂ. അതിന് നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.